ഹായ് എവരി വൺ. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പുതിയ ടാക്സ് സ്ലാബിനെ കുറിച്ചാണ്. സോ ഏപ്രിൽ 1 മുതൽ എല്ലാവർക്കും അറിയുന്ന പോലെ ആ, നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ പുതിയ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ ടാക്സ് സ്ലാബുകൾ ഉയർത്തുകയുണ്ടായി. അതനുസരിച്ച് പലർക്കും ടാക്സ് ബെനിഫിറ്റ്സ് കിട്ടും. ഓൾമോസ്റ്റ് എല്ലാവർക്കും, എല്ലാ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നവർക്കും ടാക്സ് ബെനിഫിറ്റ് കിട്ടും. അപ്പം ഇപ്പോഴും പലർക്കും ഉള്ള ഒരു മെയിനായിട്ടുള്ള ഒരു സംശയം എന്ന് പറയുന്നത്, ഇപ്പോഴും ഓൾഡ് റെജീമിലേക്ക് പോകണോ ന്യൂ റെജീമിലേക്ക് നിൽക്കണോ? ഒബിയസ്ലി കൂടുതൽ ടാക്സ് ഡിഡക്ഷൻ കിട്ടുന്ന സമയത്ത് ന്യൂ റെജീമിലേക്ക് കൂടുതൽ ആളുകൾ വരുന്നതാണ്. അപ്പം ഏത് ഇൻകം ഗ്രൂപ്പാണ് ഈ ന്യൂ റെജീമിലേക്ക് പോകേണ്ടത് അല്ലെങ്കിൽ ഓൾഡ് റെജീമിൽ സ്റ്റിൽ നിൽക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് പലർക്കും ഇപ്പോഴും കൺഫ്യൂഷനുണ്ട്. അപ്പോൾ അതൊന്ന് സോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ബേസിലാണ് ഈ വീഡിയോ ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ഈ പുതിയ ടാക്സ് സ്ലാബ് അപ്ലിക്കബിൾ ആവുന്നത് ന്യൂ റെജീമിന് മാത്രമാണ്. അപ്പം ഓൾഡ് റെജീമും ന്യൂ റെജീമും തമ്മിൽ ഡിമാർക്കേറ്റ് ചെയ്യുന്ന ആ ഡിഡക്ഷൻ്റെ ഡിഫറൻസ് ആക്ച്വലി വളരെ കൂടി. സോ ഇപ്പം നോക്കുകയാണെങ്കിൽ ഒരു 15 ലക്ഷം ടോട്ടൽ ഇൻകം ഉള്ള ഒരാൾ, അതായത് ഡിഡക്ഷൻസ് കൂട്ടാൻ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂട്ടാതെ ടോട്ടൽ ഇൻകം ഉള്ള ആൾക്ക് ഓൾമോസ്റ്റ് 5,44,000 രൂപ ഡിഡക്ഷൻസ് ആയിട്ട് എക്സംഷൻസ് ആയിട്ട് കൊടുക്കാനുണ്ടെങ്കിൽ മാത്രമാണ് ഓൾഡ് റെജീമിലേക്ക് പോയിട്ട് ബെനിഫിറ്റ് ഉള്ളൂ. അല്ലെങ്കിൽ അവർക്ക് ന്യൂ റെജീം തന്നെയാണ് ബെറ്റർ. ഒരു 15 ലക്ഷം ടോട്ടൽ ഇൻകം ഉള്ള ആളെ സംബന്ധിച്ച്, സാലറി ഇൻകം ഉള്ള ആളെ സംബന്ധിച്ച്. അതേസമയം ഇത് 20 ലക്ഷം ആവുന്ന സമയത്ത് 7,09,000 രൂപ ഡിഡക്ഷൻ വേണം, എന്നാലേ ഓൾഡ് റെജീമിലേക്ക് പോകുന്നതിൽ ഓൾമോസ്റ്റ് കാര്യമുള്ളൂ. ഇത് ഓൾമോസ്റ്റ് അപ്രോക്സിമേറ്റ് ഫിഗറാണ് ഞാൻ പറയുന്നത്. അതുപോലെ 25 ലക്ഷത്തിൽ കൂടുതൽ ഇൻകം ഉള്ള ഒരാളാണെങ്കിൽ 8 ലക്ഷം രൂപയിൽ മുകളിൽ ഡിഡക്ഷൻ വേണം, എന്നാലേ ഓൾഡ് റെജീമിലേക്ക് പോകുന്നതിൽ കാര്യമുള്ളൂ. ഈ ഡിഡക്ഷൻസിൽ ATC 1.5 ലാക്സ് ഇൻക്ലൂഡ് ചെയ്തതിന് ശേഷം ഇപ്പം 25 ലക്ഷത്തിന് മുകളിൽ ഇൻകം ഉള്ള ഒരാളെ സംബന്ധിച്ച് 8 ലക്ഷം വരണമെങ്കിൽ ATCയിൽ 1.5 ലാക്സ് കഴിഞ്ഞ ശേഷം പിന്നെ ഒരു 6.5 ലാക്സ് അതർ ഡിഡക്ഷൻസ് വരണം. ലോണിൻ്റെ റീപേയ്മെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും റെൻ്റായിട്ടോ HRAയുടെ ഡിഡക്ഷൻ ആയിട്ടോ ഏതെങ്കിലും രീതിയിൽ അങ്ങനെ 6.5 ലക്ഷം രൂപ ഡിഡക്ഷൻ വരണം. ഇത് കുറേയേറെ പേർക്ക് ഈ ഒരു കേസ് ഉണ്ടാവില്ല. സോ വളരെയധികം പേര് ഈ സിംപ്ലിഫൈഡ് ടാക്സ് റെജീമായിട്ടുള്ള ന്യൂ റെജീമിലേക്ക് എത്തിച്ചേരാനാണ് ചാൻസ്. പക്ഷേ ഇതിൽ കൂടുതൽ എമൗണ്ട്, ഞാൻ ഈ പറഞ്ഞ എമൗണ്ടിനേക്കാൾ കൂടുതൽ എമൗണ്ട് ആണ് നിങ്ങളുടെ ഡിഡക്ഷൻ എങ്കിൽ സ്റ്റിൽ ഓൾഡ് റെജീമിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യണം. താങ്ക്സ്.